ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീലകത്തിരുന്ന് നമുക്ക് അനുഗ്രഹവർഷം നൽകുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥ പറയട്ടെ ഞാൻ. വെറും കഥയല്ല, ഭഗവാനെ ചുവന്ന പട്ടുകോണകം ഉടുപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥയാണിത്. ഒരിക്കൽ നമ്മുടെ കുറൂരമ്മ ഭഗവാനെ ദർശിക്കുവാനായി ഗുരുവായൂർ അമ്പലത്തിലെത്തി. വഴിപാടൊക്കെ കഴിപ്പിച്ചു കണ്ണനെ തൊഴുത് മടങ്ങാൻ നേരം ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. ആ അമ്മ സങ്കടത്തിലായി. കാരണം എന്താണെന്നോ? അവിടെ പൂജാമുറിയിലിരിക്കുന്ന കണ്ണന് വേണ്ടി ഒന്നും ചെയ്തില്ല. ചെന്നിട്ടു വേണം കണ്ണനെ ഒരുക്കി പൂജയൊക്കെ ചെയ്തു പായസം ഉണ്ടാക്കി കൊടുക്കേണ്ടേ ഉണ്ണിക്ക്. ഇല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ പിണങ്ങില്ലേ? ഇനി എന്തു ചെയ്യും? കയ്യിലാണെങ്കിൽ കുടയുമില്ല. അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ അതാ ഒരു കുഞ്ഞു ബാലൻ ഒരു ഓലക്കുടയുമായി കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോകാൻ കുടയില്ലാഞ്ഞിട്ടാണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ പോരൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം അമ്മയെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒട്ടും ആലോചിച്ചില്ല കുറൂരമ്മ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തണം, ആ ഒരു ചിന്തയെ ആ അമ്മയുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ആ ബാലൻ്റെ നിർബന്ധവും. ആ അമ്മ കുട വാങ്ങി ആ ബാലനെ ചേർത്തു പിടിച്ചു വീട്ടിലെത്തി. അപ്പോഴല്ലേ വിശേഷം, രണ്ടുപേരും ഒരു കുടയിൽ വന്നതുകൊണ്ടാവാം വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു. പാവം ബാലൻ, അവൻ്റെ കോണകമൊക്കെ നനഞ്ഞു. ഇനി അതുടുത്തു വേണം തിരികെ പോകാൻ. അത് മനസ്സിലാക്കിയ ആ അമ്മ തൻ്റെ കൃഷ്ണവിഗ്രഹത്തെ ഉടുപ്പിക്കുന്ന ഒരു ചുവന്ന പട്ടെടുത്ത് ആ ബാലനെ ഉടുപ്പിച്ചു. വയറു നിറയെ ഭക്ഷണമൊക്കെ നൽകി യാത്രയാക്കി. പിറ്റേന്ന് ക്ഷേത്രത്തിൽ തൊഴുവാനായി കുറൂരമ്മ വീണ്ടും എത്തി. അപ്പോൾ അതാ പൂജാരിയും കുറെ ക്ഷേത്രഭാരവാഹികളും കൂട്ടമായി നിന്ന് എന്തോ സംസാരിക്കുന്നു. അപ്പോൾ കുറൂരമ്മ അങ്ങോട്ട് ചെന്നു കാര്യം അന്വേഷിച്ചു. എന്താ എല്ലാവരും വല്ലാതെ നിൽക്കുന്നു? എന്തു പറ്റി? അതോ കുറൂരമ്മേ, ഇന്നലെ ഞാൻ കണ്ണന് മഞ്ഞ പട്ടുകോണകമാണ് ഉടുപ്പിച്ചത്. പക്ഷേ ഇന്നു നോക്കുമ്പോൾ കണ്ണൻ ചുവന്ന കോണകം ഉടുത്തിരിക്കുന്നു. അതാണ് മനസ്സിലാകാത്തത്, പൂജാരി പറഞ്ഞു. അപ്പോഴാണ് കുറൂരമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. തന്നെ വീട്ടിലെത്തിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണല്ലോ എന്ന്. തൻ്റെ ഭക്തർക്ക് സഹായവുമായി ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ എത്തിയിരിക്കും. അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ. മനസ്സുരുകി വിളിച്ചാൽ ഭഗവാൻ ഓടിയെത്തും. അത് ഏതു രൂപത്തിലോ ഏതു ഭാവത്തിലോ ആണെന്ന് നമുക്കറിയില്ല. നമ്മുടെ കണ്ണൻ നമ്മുടെ അടുത്തെത്തും. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.